ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ലൈലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുമ്പോൾ. നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ്, ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നത്, കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ആക്കുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ലൈലത്തിൻ്റെ ക്ലാസ്സസ് പോകുന്നത് ഒരു ഒന്നര മണിക്കൂർ മാക്സിമം. ഓക്കെ, 1.5 മണിക്കൂർ മാക്സിമം പോയാൽ പോയി. 1 മണിക്കൂറിലൊക്കെ അവർ നിർത്തും. ചിലപ്പോൾ 40 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 50 മിനിറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകുന്നത്. എന്നാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. കുറച്ച് നേരം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ചുരുക്കിയിട്ടൊന്നും പെട്ടെന്ന് കിട്ടുന്നൊന്നുമല്ല പോകുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരു 3-4 ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അസ്ത്ര ബാച്ചിൽ കയറി നമുക്കൊരു 8-9 വീഡിയോസെങ്കിലും നമുക്ക് ഒരു ചാപ്റ്ററിന് നമുക്ക് കിട്ടും. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, ആ ചാപ്റ്ററിലൊക്കെ 11ഓളം വീഡിയോസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്സൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ഇന്ന് ചെയ്യുന്നത് തന്നെ അത്ര മതി. കാരണം ഇത്രയും വീഡിയോസ് കിട്ടുന്നുണ്ട്. നമ്മൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസ്സിൻ്റെ ആ ടൈം തന്നെ നമ്മൾ അതിലിരുന്ന് ചെയ്ത് നമ്മൾ മാത്സൊക്കെ ആണെങ്കിൽ അത് മതി. വേറെ നമുക്ക് പുറത്തുപോയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് വേറെ ബുക്ക് വാങ്ങിയോ അല്ലെങ്കിൽ PYQ ക്വസ്റ്റ്യൻ പേപ്പർ പോയി തപ്പുക, അതൊന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഇതിലെല്ലാം കൂടി ചേർന്നാണ് അവർ പറയുന്നത്. പിന്നെ ക്ലാസ്സസൊക്കെ ആണെങ്കിൽ ഓരോ ടോപ്പിക് വൈസാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു ടോപ്പിക്ക് ഒരു ക്ലാസ് അങ്ങനെയാണ് പോകുന്നത്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ PYQs ക്വസ്റ്റ്യൻസ് മാത്രമായി അങ്ങനെയൊക്കെ ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ടെസ്റ്റ് പേപ്പർ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ടെസ്റ്റ് പേപ്പർ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷന് നമുക്ക് ലൈവായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ക്ലാസ്സിലായി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ തെറ്റ് എവിടെയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് PL വീഡിയോസ് കിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് വൈസ്, ഇപ്പോൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ഒരു PL വീഡിയോസ് നമുക്ക് അതിൽ വേറൊരു ഓപ്ഷനായിട്ട് തന്നെയുണ്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് വീഡിയോൻ്റെ അടിയിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഗെയിമിൽ കയറിയപ്പോൾ കണ്ടായിരുന്നു നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് കാണുമല്ലോ, ആ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അതിൽ വന്ന് നോട്ട്സൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് തരാനുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല, അതാന്ന് തോന്നി നോട്ട്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അസ്ത്ര ബാച്ചിൽ കയറി കഴിഞ്ഞാൽ 2 ബാച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ തന്നെ കിട്ടുന്നതാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗെയിമും, രണ്ടാമത്തേത് ഫാൽക്കൺ ബാച്ചും. എൻ്റെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു റിവിഷൻ ബാച്ചാണ്. അത് ലാസ്റ്റൊക്കെ ആകുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഫാൽക്കൺ ബാച്ച് എന്താണെന്ന് വെച്ചാൽ +1 +2 സയൻസ് എടുത്തിട്ട് നീറ്റ് ജി അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരില്ലേ, അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്കാണ് ഫാൽക്കൺ ബാച്ച്. ആ ക്ലാസ്സൊക്കെ അവർക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ അസ്ത്രയിൽ കയറിയ എൻ്റെ ഗെയിം ഫ്രീ ആണെന്നും. എൻ്റെ ഗെയിമിൽ നമുക്ക് ഇൻസ്റ്റാളിൻ കിട്ടും. ഓക്കെ, ഇൻസ്റ്റാളിൻ അടിപൊളിയാണ്. കാരണം നമുക്കിപ്പോൾ ഇന്ന് എക്സാം ആണെങ്കിൽ ഇന്ന് രാവിലേക്ക് നമുക്ക് പെട്ടെന്ന് അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് എല്ലാം പെട്ടെന്ന് ഓർമ്മ വരും. അത്രയ്ക്കും ഒരു 2-3 ഒരു ബുക്ക് പോലെ 2-3 പേജൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ ടെസ്റ്റ് നമ്മുടെ ഒരു ചാപ്റ്ററിലുള്ള ആ ടെസ്റ്റ് ഫുള്ള് അതിൽ ഉണ്ടാവും. ഒരു ചാപ്റ്റർ ഫുള്ള് ആ ഒരു PDF പോലെയാണ് അത് ഉണ്ടാകും. പിന്നെ നമുക്ക് എൻ്റെ ഗെയിമിൽ പിന്നെ വർക്ക്ഷീറ്റ്, എൻ്റെ ഉമ്മ അത് സീനാണ്. കാരണം അതിലൊക്കെ കുറേ ക്വസ്റ്റ്യൻ, മീഡിയം എന്നില്ല, ഹൈ എന്നില്ല, ഈസി അങ്ങനെ ഒന്നുമില്ല, എല്ലാം മിക്സായിട്ട് അതിൻ്റെ ആൻസേഴ്സ് താഴത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആൻസേഴ്സും ഉണ്ട്. അത് എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറേ ചെയ്ത് പഠിക്കാനുള്ള, എല്ലാ സബ്ജക്റ്റിലും കുറേ ചെയ്ത് പഠിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ എൻ്റെ ഗെയിമിൽ പ്രൊവൈഡ് ചെയ്യും. പഠിപ്പിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ ടോപ്പിക് എന്താണോ എന്നുള്ളത് അത് പറഞ്ഞു തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണിച്ചു തരും, ചെയ്യേണ്ടത് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. എന്നിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ചിലപ്പോൾ ഞാനൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എഴുതും. അങ്ങനെയാണ് പോകുന്നത്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറേ PYQs തരും. പിന്നെ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരും. വലിയ ഹോംവർക്കൊന്നുമല്ല, ചെറിയ 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഹോംവർക്ക് തരും. അങ്ങനെയൊക്കെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിക്കുന്നത് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് അങ്ങനെയാണ് പോകുന്നത്. ആദ്യം വായിച്ച് ഇപ്പോൾ ഒരു വേർഡൊക്കെ നമുക്ക് പുതിയതുണ്ടെങ്കിൽ ആ വേർഡ് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്, നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്
നമുക്ക് എന്താ പറയുക, ശരിക്കും ആ വേർഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അടുത്ത ഒരു ഇതിലേക്ക് പോവുള്ളൂ. അതാണ് ഓരോ ലൈൻ ബൈ ലൈൻ ടെസ്റ്റ് ഫുള്ള് വായിച്ച് എന്നിട്ട് ക്വസ്റ്റ്യൻസ് അതിൽ വന്നേക്കുന്ന PYQs ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിൽ. ഇനി സയൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു എന്താണോ എന്നുള്ളത്, ആ ഒരു സംഭവം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി തരും. എന്നിട്ട് അതിന് കോഡ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. അതൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം. കാരണം ആ ഒരു കോഡായിരിക്കും ആ എക്സാം ടൈം നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിലും ഒരു ചാപ്റ്റർ കേട്ടോ, സെക്കൻഡ് ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ആൻറ്റി ക്ലോക്ക് നീഡിൽ ബിലോ ദ കണ്ടക്ട്, അങ്ങനെ ഒരു പാട്ടുണ്ട്. 4 ലൈനുള്ളൂ. ആൻറ്റി ക്ലോക്ക് നീഡിൽ ബിലോ ദ കണ്ടക്ടർ, അപ്പ് ആൻറ്റി ഡൗൺ ചെയ്യും കുത്തനെയാണ് കണ്ടക്ടർ, കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക് കോയിൽ നിന്ന് പുറത്തേക്ക്. ഈ 4 ലൈനാണ്. ഈ 4 ലൈനിൽ ഒരു ചാപ്റ്ററേ കഴിഞ്ഞു. ആ ഒരു ചാപ്റ്ററാണ് ഈ 4 ലൈനിൽ ഒതുക്കിയേക്കണത്. മനസ്സിലായോ? അപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് എത്രത്തോളം ഈസി ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ഈസി ആക്കി പഠിപ്പിച്ചിട്ടാണ് സൈലം ഓരോ ക്ലാസ്സും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കെമിസ്ട്രിയൊക്കെ ആണെങ്കിലും എന്താ പറയുക, മോൾ കോൺസെപ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആ സാറ് ഷെഫീഖ് സാർ, ആ സാറ് ഒരു റൗണ്ടൊക്കെ വരച്ച് അങ്ങനെ ഒരു ഗ്രാഫ് പോലെയൊക്കെയാണ് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ളൊരു സിമ്പിളാണെന്ന് പാടുള്ളൊരു സംഭവമായിരുന്നു മോൾ കോൺസെപ്റ്റ്. പക്ഷെ അത് ഭയങ്കര ഈസി ആയിട്ടാണ് സൈലം പഠിപ്പിച്ചു തന്നത്. പിന്നെ ഇപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ആണെങ്കിൽ PSC ചെയ്താൽ മെസ്സി നിൽക്കുമ്പോൾ ടിന്നിൽ നിറയെ ലഡുവുമായിട്ട് ഹായ് പറഞ്ഞ് കോസിക്കോ, ഒരു റിയാക്ടിവിറ്റി സീരീസ് ആണ്. അത് സിമ്പിളായിട്ട് പഠിപ്പിച്ചു തന്നെ, നല്ല കോഡൊക്കെ വെച്ച്. ഈ കോഡാണ് എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുള്ളൂ. അതിങ്ങനെ കറക്റ്റായിട്ട് പഠിച്ചു തന്നാൽ പോലും എന്താ പറയുക, എനിക്ക് ആ ഓർഡറൊക്കെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പക്ഷേ നല്ല സിമ്പിളായിട്ട് ആണ് സൈലം പഠിപ്പിച്ചു തരുന്നത്. ബയോളജിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പിക്ചേഴ്സ് ഗ്രാഫൊക്കെ ഉണ്ടാവില്ലേ, ഫിഗേഴ്സ്. ആ ഫിഗേഴ്സൊക്കെ 1 2 3 4 തവണ അവർ അത്രയും ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് വരച്ച് കാണിച്ച് എന്നിട്ട് അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എന്നിട്ടാണ് അവർ പോയിൻറ്റ്സിലൊക്കെ പോകുള്ളൂ. എഴുതേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോയിൻറ്റ്സിലൊക്കെ പിന്നീടാണ് അവർ പോകുള്ളൂ. ഇപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിലും സോഷ്യലും എന്താ പറയുക, എനിക്ക് 3 സാറും അടിപൊളി. കാരണം ഇപ്പോൾ അമീൻ സാറിൻ്റെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ലൈൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത്, അത് പഠിക്കാതെ നമ്മൾ ഒരു സിമ്പിളായിട്ടൊരു ഗ്രാഫ് മതി റൗണ്ട് വെച്ച് ടാക്സ് മുകളിലേക്ക് അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫാണ് നമുക്ക് പെട്ടെന്ന് തലയിൽ കയറുള്ളൂ. കാരണം കുറേ കാണാതെ പഠിക്കാനുള്ള സംഭവമാണ് ഈ സോഷ്യൽ. അത് നമ്മൾ തലയിൽ കയറില്ല. നമുക്ക് ചെറുതായിട്ട് സിമ്പിളാക്കി അങ്ങനെ ഈ ഗ്രാഫൊക്കെ ആക്കി നല്ല തലയിൽ കയറുന്ന രീതിയിലാണ് അമീൻ സാർ പഠിപ്പിച്ച്. പിന്നെ മറ്റേ JCD സാറാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു വലിയക്കാട്ടൊരു പെട്ടിയുണ്ട്. ആ പെട്ടിയൊക്കെ എന്താ പറയുക, പഠിക്കാൻ ഭയങ്കര പാടുള്ള സംഭവമാണ്. എനിക്ക് പഠിക്കാൻ ഭയങ്കര പാടുള്ള സംഭവമാണ് അത്. എന്നാൽ പക്ഷേ ഒരു പാട്ട് രൂപത്തിലാണ് സാറ് പഠിപ്പിച്ചു തന്നത്. ഞാൻ പറയാം, ആലേ സ്വാമി രാമസ്വാമി അലി ചെയ്തും പ്രാർത്ഥനയിൽ മുഴുകിടുന്ന പണ്ടുരാഗമുണ്ട്, അങ്ങനെ ഒരു പാട്ടാണ്. ആ പാട്ട് പഠിച്ചാൽ ആ സംഭവം തീർന്നു. എനിക്ക് എന്താ പറയുക, SSLCയിൽ 4 മാർക്ക് ആ പാട്ട് പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചാപ്റ്ററിലുള്ള 4 ക്വസ്റ്റ്യൻ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിങ്ങനെ ഓരോ കോഡ് വൈസ്, ഇപ്പോൾ ഫൈസൽ സാറൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്ന് വരച്ച് കാണിക്കും ആദ്യം. എന്നിട്ട് നമുക്കത് എന്താണ് മനസ്സിലാക്കി തന്ന് എന്നിട്ടാണ് അവർ ഇങ്ങനെ പോയിൻറ്റ്സിലേക്ക് പോകണം. അപ്പോൾ ഈ സംഭവങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്കത് ഇംഗ്ലീഷൊക്കെ കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കി എഴുതാനൊക്കെ ഉള്ളൂ സോഷ്യലും. ഓക്കെ, ഇനി പിന്നെ മാത്സൊക്കെ ആണെങ്കിലും എന്താ ഒരു പാട്ട് രൂപത്തിലൊക്കെ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. -b+1 -√2 അതൊക്കെ ആണെങ്കിലും എല്ലാവരും കേട്ട് കുഞ്ഞു പിള്ളേർ പോലും പാടി നടക്കുന്ന റീൽസൊക്കെ ഞാൻ കണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ സിമ്പിളാക്കി കോഡാക്കി അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഗെയിമിലൊക്കെ കയറിയാൽ ഒരു വീഡിയോയിൽ അവർ 2 മണിക്കൂർ, എൻ്റെ ഗെയിമിൽ 2 മണിക്കൂറുണ്ട്. ആ ഒരു വീഡിയോയിൽ അവർ ഒരു ചാപ്റ്റർ ഫുള്ള് അവർ തീർക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ തന്നെ നമുക്ക് എന്താണ് എല്ലാം മനസ്സിലാക്കാം. ആൻഡ് ഭയങ്കര ഫാസ്റ്റിലൊന്നുമല്ല, 2 മണിക്കൂർ ഉണ്ടെങ്കിലും വലിയ ഫാസ്റ്റൊന്നുമല്ല, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണ്ടതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് എൻ്റെ ഗെയിമിലും പോയിക്കൊണ്ടിരുന്നത്.
സൈലത്തിൻ്റെ ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്തില്ലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് പർച്ചേസ് ചെയ്തതാണ്. അതും നല്ലതാട്ടോ. അതിലും ഇങ്ങനെ ഒരു ടോപ്പിക് ആദ്യം എന്താണെന്നുള്ള ടോപ്പിക് ആദ്യം പറഞ്ഞു, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ അടിയിൽ തന്നെ. അങ്ങനെയാണ് സൈലത്തിൻ്റെ ബുക്കും. പിന്നെ ചെയ്യാനായിട്ട് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ സൈലത്തിൻ്റെ ബുക്കും. അതിന് വേറെ പൈസ എന്തോ കൊടുക്കണം, കറക്റ്റായിട്ട് ഞാനത് വാങ്ങിയില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ മേല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആക്കുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.